എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനയ്ക്ക് ആകെ വിഷമമാണ്. ഇത് ശരിയാകുമോ അച്ഛ എന്നിങ്ങനെ ചോദിക്കുവാണ് അലീന. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്കിത് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചു പോരെ, നിന്നെ ആരും അവിടെ കെട്ടിയിടത്തൊന്നുമില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, ഒരച്ഛനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്, സന്തോഷമുണ്ട്. പക്ഷേ അമ്മയെ കാണാൻ പോയതിൻ്റെ കേട് തീർന്നിട്ടില്ല, അതാണ് എൻ്റെ പേടി എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കുറച്ചിട്ട് മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഇരിക്കും അലീനയുടെ. എന്നിട്ട് വണ്ടിയെടുത്ത് പോരുവാട്ടോ സ്റ്റാൻലിയുടെ വീട്ടിലോട്ട്. ഈ സമയം ബാലേന്ദ്രൻ്റെ വീട്ടിൽ നെടുമ്പുരയ്ക്കൽ ആകെ വിഷമിച്ച് സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുവാണ് രോഹിത്. അവൻ ഫോണിൽ അലീനയുടെ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്, കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട്, കണ്ണൊക്കെ തുടച്ച് വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് മനുവും നമ്മുടെ വൈജയന്തിയും കൂടെ കാറിൽ കയറി വരുന്നത്. വണ്ടി വന്നിങ്ങനെ മുറ്റത്ത് നിന്ന് കഴിയുമ്പോഴേക്കും മനു വൈജയന്തിയോട് പറയുന്നുണ്ട്, ഇനി ഈ വീട്ടിലേക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആൻറ്റിക്ക് കയറി ചെല്ല എന്ന് പറയുന്നു. അന്നേരം അങ്ങ് തോറ്റുകൊടുത്തു എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറയുവാണ് വൈജയന്തി, അല്ലെങ്കിലും ഇതിനു മുമ്പ് ആ അലീന ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും എനിക്ക് ഈ വീട്ടിലോട്ട് കയറി വരാൻ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ സന്തോഷവും സമാധാനമാണ് അവൾ കളഞ്ഞത്, അത് ഞാൻ ഇനി തിരിച്ചു പിടിച്ചോളാം എന്ന് പറയുമ്പം കുഴപ്പമില്ല, പോയതെല്ലാം തിരിച്ചു പിടിച്ചല്ലോ, ബാക്കിയുള്ളവരെയൊക്കെ വിഷമിപ്പിച്ചിട്ടാണെങ്കിലും എന്ന് പറയുമ്പം വൈജയന്തി ഒരു പുച്ഛത്തോടെ മനുവിനോട് പറയുവാണ്, നിനക്കിത്തിരി വിഷമം തോന്നും എന്ന് എനിക്കറിയാം, കാരണം നീ കെട്ടാനിരുന്നതാണല്ലോ അവളെ എന്ന് പറയുക. അങ്ങനെ മനു ചിരിച്ചുകൊണ്ട്, അതിന് അലീന ഇവിടുന്ന് പോയി എന്ന് കരുതി എനിക്ക് അവളെ കെട്ടാൻ പറ്റത്തില്ലേ, ഈ ആൻറ്റിക്ക് എന്താ സാമാന്യ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഇല്ലേ എന്ന് ചോദിക്കുമ്പം മനു നീ എന്നോട് കേൾക്കും എന്ന് പറഞ്ഞ് കൈ ചൂണ്ടിക്കൊണ്ട് ചെല്ലുമ്പം എൻ്റെ പൊന്നാൻറ്റി വിട്, ആൻറ്റിയുടെ കാര്യം നോക്ക്, ഇവിടെ കൊണ്ട് വിടുക എന്നായിരുന്നു എൻ്റെ ഉത്തരവാദിത്തം, ഇവിടെ വരെ കൊണ്ട് വിട്ടിട്ടുണ്ട്, ഇനി ആൻറ്റി ഇറങ്ങാൻ നോക്കുക എന്ന് പറയുന്നു. അങ്ങനെ വൈജയന്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് വീട് മൊത്തത്തിലൊന്ന് നോക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് സിറ്റ് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു രോഹിത് അവിടുന്ന് ഇറങ്ങി നേരെ ഇങ്ങ് വന്നിട്ട് കാറിൻ്റെ അടുത്തോട്ട് പോവുക. അന്നേക്കും അത് വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. വൈജയന്തി ഇങ്ങനെ പറയുവാണ്, പെറ്റ തള്ളയാണ് വന്ന് നിൽക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം, എന്നിട്ട് അവനെ കണ്ടിട്ട് ഒരു ഭാവമാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് എന്നിങ്ങനെ പറയുമ്പം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയുടെ വായിൽ നിന്നുള്ളത് കേൾക്കാൻ എനിക്ക് ഇനിയും സമയമുണ്ടല്ലോ, അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത് എന്ന് പറയുമ്പം അതേടാ നീയൊക്കെ ഇങ്ങനെ പറയും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പം രോഹിത് അടുത്തോട്ട് വന്നിട്ട് ചോദിക്കും, അമ്മയ്ക്ക് ഇപ്പോൾ എന്താ വേണ്ടേ, അമ്മയുടെ സുഖവിവരങ്ങളൊക്കെ ഞാൻ ചോദിക്കണോ അതോ അമ്മയുടെ ലഗേജ് വണ്ടിയിൽ നിന്ന് എടുക്കാൻ മനുവേട്ടനെ സഹായിക്കണോ, എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നീ എന്നാ വെച്ചാൽ ചെയ്യേ എന്ന് പറയും. അന്നേരം അത് തന്നെയല്ലേ ഞാൻ ചെയ്യാൻ പോയത് എന്നിങ്ങനെ പിറുപുറത്തുകൊണ്ട് രോഹിത് മനുവിൻ്റെ അടുത്തോട്ട് വരുവാണേ. എന്നിട്ട് മനുവിനോട് ചോദിക്കും, യാതൊരു മാറ്റവും ഇല്ലല്ലോ എന്ന്. അന്നേരം മനു പറയും, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, അങ്കിള് വരുന്നേരം വരെ ഇതെല്ലാം സഹിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുമ്പം അച്ഛൻ വന്നു കഴിഞ്ഞാലോ എന്ന് രോഹിത് ചോദിക്കും. അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരോട് കയറി വരുവാണേ. അങ്ങനെ രണ്ടുപേരുടെ ബാഗ് എടുത്തുകൊണ്ടെങ്കിൽ കയറി പോരുവേ. ആ സമയം വൈജയന്തി നെടുമ്പുരയ്ക്കിലേക്ക് വലതുകാലം വെച്ച് ഭയങ്കര സന്തോഷത്തോടെ അങ്ങ് കയറുവാണ്. അന്നേരം മക്കൾ രണ്ടുപേരും ഇറങ്ങി വരും. കൃഷ്ണയും ബബിതയും അവരുടെ മുഖത്തേക്ക് വന്ന് ഇരുത്തി നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകുന്നു. വൈജയന്തി അകത്തോട്ട് കയറിപ്പോയിട്ടും ബബിതയും കൃഷ്ണമോളും കയറിപ്പോയില്ലേ. അവർ മനു വരാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. മനു കയറി വന്നിട്ട് ചോദിക്കും, എന്താ കയറി പോകാത്ത അകത്തോട്ട്, കയറി ചെല്ല, പൂരം തുടങ്ങാൻ പോണേ ഉള്ളൂ, ബാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുക അവർ. വൈജയന്തി നേരെ അകത്തോട്ട് കയറി വരുന്നു. എന്നിട്ട് മൊത്തത്തിലൊന്ന് നോക്കുന്നു ഹാളിലൊക്കെ. അത് കഴിഞ്ഞ് നേരെ ബെഡ്റൂമിലേക്ക് പോകുന്നു. വൈജയന്തിയുടെ ആ റൂമൊക്കെ ഒന്ന് നോക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരും. മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് ബബിതയോട് ചോദിക്കും, ടി വി ഒക്കെ വർക്ക് ചെയ്യോടി എന്ന്. അന്നേരം ഇപ്പോൾ വർക്ക് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതെന്താ എന്ന് ചോദിക്കും. അന്നേരം അത് ഓൺ ചെയ്താലേ വർക്ക് ആവുള്ളൂ എന്നിങ്ങനെ പറയുമ്പം നിനക്കെന്താടി ഒരു കല്ലിച്ച വർത്തമാനം, ഞാൻ വന്ന് നിനക്കെന്താ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഭയങ്കര ഷോ ഓഫ് ആട്ടോ. എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോകുന്നു. മൊത്തത്തിൽ അടുക്കളയൊക്കെ ഒന്ന് നോക്കുന്നു. അന്നേരം കൃഷ്ണമോൾ ഇത് എന്നതാ എന്നുള്ള രീതിയിൽ ബബിതയോട് ചോദിക്കുന്നുണ്ട്. ബബിത പറയാൻ അറിയത്തില്ല എന്നാ. നേരെ തിരിച്ചു വരും. എന്നിട്ട് ഭയങ്കര അഹങ്കാര ഭാവത്തിൽ ഇങ്ങനെ പറയുവാണ്, ഇപ്പോഴാണ് ഇത് എൻ്റെ വീടായത് എന്ന്. അന്നേരം മനു അവിടെ നിന്ന് ചിരിക്കുവേ. അന്നേരം നീ ചിരിച്ചത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലായി, നീ എന്നെ കളിയാക്കി ചിരിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പം, അല്ല ആൻറ്റി, ഈ വീട് ഇതുപോലെ തന്നെ നേരത്തെ ഇവിടെ ഇല്ലായിരുന്നോ, പിന്നെ എന്താ ഇപ്പം ഇത് ആൻറ്റിയുടേതായത് എന്ന് ചോദിക്കുവാണ്. അന്നേരം വൈജയന്തി പറയും, ഈ വീട് ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ അധികാരി അവളായിരുന്നു, ആ അലീന, അവൾ ഇത് കൈവശപ്പെടുത്താൻ നോക്കുമായിരുന്നല്ലോ, ഇപ്പം അതങ്ങനെയല്ല, ഇതിപ്പോൾ എൻ്റെ വീടാണ് എന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട്, അവൾ ഈ വീടിൻ്റെ കുറേശ്ശെ ചുരണ്ടിയെടുത്ത് തിന്നിട്ടൊന്നും ഇല്ലായിരുന്നു അന്നും, അവൾ ഈ വീട്ടിലുള്ള എല്ലാവരെയും നല്ല വൃത്തിയായിട്ടും നല്ല രീതിയിലും നോക്കി, പ്രത്യേകിച്ച് ആൻറ്റിയുടെ മക്കളെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു, ഈ വീട് അടിച്ചു തൂത്തുവാരി വൃത്തിയാക്കിയിട്ടു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അവൾ ചെയ്യുവാണ് ചെയ്തതെന്ന് പറയുമ്പോൾ, എടാ മനു, നിനക്ക് നല്ല വിഷമം ഉണ്ടാകും എന്ന് എനിക്കറിയാം, പക്ഷേ അതിനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്,
എനിക്ക് മാത്രമല്ല വിഷമമുള്ളത്, ആൻറ്റിയുടെ ദേ ഈ 3 മക്കൾക്കും നല്ല വിഷമമുണ്ട് എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുകയാണ്, അവരുടെ വിഷമമൊക്കെ ഞാൻ മാറ്റിക്കോളാം, നിൻ്റെ വിഷമം ആര് മാറ്റും എന്ന് വയ്ക്കും. അന്നേരം മനു തിരിച്ചു പറയുന്നുണ്ട്, ഞങ്ങളുടെ വിഷമം മാറ്റാനുള്ള മാർഗ്ഗമൊക്കെ ഞാൻ നോക്കിക്കോളാം, അതോർത്ത് ആൻറ്റി വിഷമിക്കേണ്ട, ആൻറ്റിയുടെ വിഷമത്തെക്കുറിച്ച് മാത്രം ആൻറ്റി ഓർത്താൽ മതി എന്ന് പറയുമ്പോൾ എനിക്ക് എന്നാ വിഷമമുണ്ടെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കും. ഭയങ്കര പുച്ഛം കേട്ടോ, കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അന്നേരം മനു പറയുന്നുണ്ട്, ആൻറ്റി വിഷമിക്കുന്ന ഒരു കാര്യം എന്നോട് അലീന പറഞ്ഞിട്ടാണ് പോയത്, അതിനി ആൻറ്റിക്ക് കേൾക്കണോ? ഇനി വേണമെങ്കിൽ ഞാൻ ഇവരുടെ മുമ്പ് വെച്ചങ്ങ് പറയാം എന്ന് പറയുമ്പം വേണ്ട എന്ന് പറയും. അന്നേരം വേണ്ടല്ലോ, ഞാൻ പറയണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിനക്ക് നാണമില്ലടാ, കണ്ടോളുമാർ പറഞ്ഞ കൊതിയും നുണയോ ഇവിടെ വിളമ്പാൻ എന്ന് വയ്ക്കുമ്പോൾ കൊതിയും നുണയോ എന്നിങ്ങനെ ചോദിക്കൂട്ടോ. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയും, വേണ്ട ഞാൻ പറയുന്നില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ എന്നിട്ട് മനു രോഹിത്തിനെ വിളിച്ചുകൊണ്ട് മുകളിലോട്ട് കയറി പോവാണേ. അന്നേരം ബബിത ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ സംശയിച്ച് നിൽക്കുമായിരുന്നു. ബബിത വന്നിട്ട് വൈജയന്തിയോട് ചോദിക്കും, അതെന്താ അലീന ചേച്ചി മനുവേട്ടനോട് പറഞ്ഞ കാര്യം, ആ കാര്യം ഇവിടെ പറയണ്ടെന്ന് അമ്മ എന്തിനാ പറഞ്ഞത്, അതെന്താ എന്ന് ചോദിക്കുമ്പം ദേ നീ നിൻ്റെ കാര്യം നോക്കുക കേട്ടോ, അവൾ എന്തെങ്കിലും കൊതിയും നുണയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കലല്ല എൻ്റെ പണി എന്നിങ്ങനെ പറയും. അന്നേരം ബബിത പിന്നെയും ഇങ്ങനെ സംശയത്തോടെ, അല്ല മനുവേട്ടൻ എന്തോ പറയാം എന്ന് പറഞ്ഞപ്പം അമ്മ അത് വേണ്ട എന്ന് വിലക്കിയതായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ, അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം നീ നിൻ്റെ കാര്യം നോക്കുക കേട്ടോ ബബിതേ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് നേരെ റൂമിലോട്ട് കയറി പോകുന്നു. ആകെ വിഷമത്തിലാണ് കൃഷ്ണമോളും ബബിതയും. പിന്നെ ബബിത അങ്ങോട്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ, അതങ്ങ് ഇഷ്ടപ്പെടുന്നുമില്ല വൈജയന്തിക്ക്. ഏതായാലും റൂമിലൊക്കെ ഒന്ന് പോയി നോക്കി വൈജയന്തി പിന്നെയും തിരിച്ചു വരും. എന്നിട്ട് അലീന ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് വിളിക്കുവാണ് ബബിതേ എന്ന്. അന്നേരം ബബിത വന്നിട്ട് എന്നതാ എന്ന് ചോദിക്കുമ്പം ഈ റൂം ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ബബിത ഇത്തിരി ദേഷ്യത്തിൽ തന്നെ ബബിതയും പറയും, ആ റൂം ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹാൻഡിൽ അമ്മ കണ്ടോ, അതേ പിടിച്ചൊന്ന് താത്തി നോക്കിയാൽ മതി, അത് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും എന്ന് പറയുമ്പം നിനക്ക് എന്താ ഇത്ര അഹങ്കാരം, നീ എന്താ ഈ രീതിയിൽ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അമ്മ എന്നെ ഈ കാണിക്കുന്നത്, ഇത്രയും ഷോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, അമ്മയ്ക്കത് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയാൻ മേലേ, പിന്നെ ഇതിനിങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും, നിന്നെ മര്യാദ പഠിപ്പിക്കാൻ എനിക്ക് അറിയാമെന്ന് പറയുമ്പം ഇവർ തമ്മിൽ അടിയാകും എന്ന് കൃഷ്ണമോൾക്ക് മനസ്സിലായേ. അന്നേരം എൻ്റെ പൊന്നും ബബിത ചേച്ചി മിണ്ടാതിരിക്കും, അമ്മയ്ക്ക് എന്നെ അപ്പോൾ വേണം, ആ റൂം ലോക്കാണോ എന്നറിയണം, അതല്ലേ ഉള്ളൂ, അത് ഞാൻ തുറന്നു തരാം, അത് ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും തുറക്കാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അതങ്ങ് തുറക്കുവാണേ. അന്നേരം വൈജയന്തി ബബിതയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, മര്യാദയ്ക്ക് മറുപടി പറയണം, ഇങ്ങോട്ട് അഹങ്കാരം കാണിച്ചുകൊണ്ട് വരരുത് എന്ന്. അന്നേരം ബബിത പറയുന്നുണ്ട്, ഇങ്ങോട്ട് മര്യാദയ്ക്ക് അമ്മ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും മര്യാദയ്ക്ക് സംസാരിക്കുമെന്നേ. അന്നേരം ദേഷ്യം വരുന്നുണ്ട്. ഏതായാലും റൂം തുറന്നല്ലോ, വൈജയന്തി ആ റൂമിലോട്ടൊന്ന് കയറുന്നു. എന്നിട്ട് മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് എല്ലാ കബോർഡുകളും തുറന്ന് നോക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അവിടുത്തെ ടേബിളിൻ്റെ അടിയിൽ അലീന കിടന്നുകൊണ്ടിരുന്ന പായുണ്ടല്ലോ അത് പൊതിഞ്ഞ് വെച്ചേക്കുന്നത് കാണുന്നേ. അത് കാലുകൊണ്ട് തട്ടി ഇങ്ങിട്ടിട്ട് ഇതെന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ബബിത പറയും, അതെടുത്ത് കളയേണ്ട സാധനമാണെന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല, അതുകൊണ്ട് അതവിടെ വെച്ചേക്കുന്നത് എന്ന് പറയുമ്പം എങ്കിലേ ഞാൻ പറയുവാണ്, അവൾ ഉപയോഗിച്ച ഒരു സാധനം ഈ വീട്ടിൽ കാണരുത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കത്തിച്ച് കളയണം എന്ന് പറയുമ്പം ബബിത പയ്യെ ഇങ്ങനെ കൂളായിട്ട് നിന്നിട്ട് പറയും, അങ്ങനെയാണെങ്കിൽ ഈ വീട് മൊത്തത്തിൽ കത്തിച്ച് കളയേണ്ടി വരും എന്ന്. അന്നേരം വൈജയന്തി പറയുവാണ്, അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യും, അവൾ ഉപയോഗിച്ചതോ അവളുടെ കയ്യിലിരുന്നതോ ആയ ഒരു സാധനവും ഈ വീട്ടിൽ വയ്ക്ക് ഞാൻ ഇനി സമ്മതിക്കത്തില്ല, അതുകൊണ്ട് രോഹിത്തിനോട് വിളിച്ചു പറ ഇതെവിടെയെങ്കിലും കൊണ്ട് കളയാൻ, അല്ലെങ്കിൽ അങ്ങ് കത്തിച്ച് കളഞ്ഞേക്കണം എന്നിങ്ങനെ പറയുന്നു. അന്നേരം ബബിതയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല, ബബിത തർക്കുത്തരം പറയും. അന്നേരം വൈജയന്തി, ബബിത നീ മര്യാദയ്ക്ക് ഇരുന്നോണം, മര്യാദയ്ക്ക് നീ എന്നോട് സംസാരിച്ചോണം എന്നൊക്കെ പറയുവാണ്. അന്നേരം ബബിത പറയുവാണ്, അങ്ങനെയാണെങ്കിൽ അമ്മയും ആ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തോണം, അല്ലാതെ എന്നത് ഈ കാണിക്കുന്നത് ഇത്രയും ഷോപ്പിൻ്റെ കാര്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ബബിതേ എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് വിളിക്കുവാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, അതെ ഞാൻ ഇങ്ങനെ വയ്ക്കുക, ഇനി അങ്ങനെയല്ല പെരുമാറേണ്ടതെങ്കിൽ എന്നെ വിളിക്കണ്ട, എനിക്ക് ഇതൊന്നും കാണുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ബബിത അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ വിറഞ്ഞ് നിൽക്കുവാണല്ലോ വൈജയന്തി. അന്നേരം കൃഷ്ണമോൾ പറയാം, അമ്മ ഇനി അതിൻ്റെ പേര് പ്രശ്നമാക്കണ്ട, അതിൻ്റെ കാര്യം ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന്. എന്നിട്ട് മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് വൈജയന്തി അങ്ങോട്ട് ഇറങ്ങി പോകുന്നു. കൃഷ്ണമോൾ വന്ന് ആ നേരെ എടുത്ത് ആ ടേബിളിൻ്റെ അടിയിലേക്ക് തന്നെ വെച്ചിട്ട് ആകെ വിഷമിച്ച് കുറച്ച് നേരം ആ റൂമിലിരിക്കുവാണ്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകും. പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലിയുടെ വീടാണ്. സ്റ്റാൻലിയുടെ വീട്ടിൽ ഇന്നൊരു അതിഥി ഉണ്ട് എന്ന് സ്റ്റാൻലി നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ആ സ്റ്റാൻലിക്കകത്ത് ആൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് ബാലേന്ദ്രനും അലീനയും കൂടി അങ്ങോട്ട് വണ്ടിയിൽ കയറി ചെല്ലുന്നത്. വണ്ടി അങ്ങോട്ട് അകത്തേക്ക് പോകും തോറും ഇങ്ങനെ അതിശയത്തോടു കൂടി ചുറ്റും നോക്കുന്നുണ്ട് അലീന. വണ്ടി കൊണ്ട് അവിടെ സിറ്റൗണ്ടിൻ്റെ ഇപ്പുറത്ത് കൊണ്ട് വണ്ടി നിർത്തുന്നു. അതിൽ നിന്ന് അലീന ഇറങ്ങുന്നു, ബാലേന്ദ്രൻ ഇറങ്ങുന്നു. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞെങ്കിൽ ആൻ്റപ്പൻ പെട്ടെന്ന് അകത്തേക്ക്
കയറി പോകും കേട്ടോ. ഇവർ വന്നിട്ടുണ്ട് എന്ന് പറയാനാണ് ആൻ്റപ്പൻ അകത്തോട്ട് പോകുന്നത്. ഏതായാലും പുറത്തിറങ്ങി നിന്നിട്ടും അലീന ഇങ്ങനെ അന്തം വിട്ട് വീട് മൊത്തത്തിലൊന്ന് നോക്കുക കേട്ടോ. അമ്മാതിരി വീടാണല്ലോ. ഏതായാലും ബാലേന്ദ്രൻ അലീനയോട് വരാൻ പറഞ്ഞ് വിളിക്കുന്നു. എന്നിട്ട് അവർ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ അങ്ങോട്ട് നടന്ന് പോവുകയാണ്. ഈ സമയം ആൻ്റപ്പൻ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് സ്റ്റാൻലിയോട് ഈ കാര്യം പറയാൻ. അന്നേരം സ്റ്റാൻലി ബൈജുവിനെയും അതുപോലെ പൗലോസിനെയും ഒക്കെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളും ഓരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ടല്ലോ, ഇനി ഒരു കുറവും വരരുത് ഇന്നത്തെ ഭക്ഷണത്തിലൊന്നും എന്നൊക്കെ പറഞ്ഞ് കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു. അന്നേരം ആൻ്റപ്പൻ വന്നിട്ട് അത് ആ പാലക്കാരൻ വന്നിട്ടുണ്ട് എന്ന് പറയും. അന്നേരം ആരൊക്കെയുണ്ട് കൂടെ എന്ന് ചോദിക്കുമ്പോൾ അയാളും സാരി ഉടുത്ത ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പം അവരോട് അകത്തോട്ട് കയറി വരാൻ പറ, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അകത്തേക്ക് പോകുന്നു. ഈ സമയം ബാലേന്ദ്രൻ പുറത്ത് അലീനയോട് സംസാരിക്കുവാണ്. അലീനയോട് പറയും ഇതാണ് സ്റ്റാൻലിയുടെ വീട് എന്ന്. എന്നിട്ട് മാറ്റി പറയും സ്റ്റാൻലിയുടെ വീടല്ല, ഇത് സ്റ്റാൻലിയുടെ ബംഗ്ലാവാണ് എന്ന് പറയുന്നു. അലീന അപ്പോഴും ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ്. അന്നേരം വാ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ തന്നെ അലീനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ സിറ്റൗട്ടിന് അങ്ങോട്ട് നടന്ന് അടുക്കുവാണ്. അന്നേരം അകത്തുനിന്ന് ആൻ്റപ്പൻ ഇറങ്ങി വരും. ആൻ്റപ്പൻ്റെ കൂടെ ആ പട്ടികളെല്ലാം ഇറങ്ങി വരും. അവരെല്ലാം ആ സിറ്റൗട്ടിൽ ഇങ്ങനെ നിരന്നിരിക്കുവാണ്. എന്നിട്ട് അതെല്ലാം അലീന ഒന്ന് നോക്കിയിട്ട് നേരെ ഇറങ്ങി വരുക. അന്തേക്കും ബാലേന്ദ്രൻ അലീനയുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കും കേട്ടോ. ഇനി അലീനയ്ക്ക് പേടിയാണെങ്കിലോ എന്ന് കരുതിയായിരിക്കും. ഏതായാലും അതെല്ലാം വന്നിട്ട് അലീനയുടെ കാലിൻ്റെ ചോട്ടിൽ സ്റ്റാൻലിയുടെ അടുത്ത് നല്ല അനുസരണയോടെ കിടക്കില്ലേ, അതുപോലെ വന്നിങ്ങനെ കിടക്കുവാണ് അലീനയുടെ അടുത്തും. ഇത് കണ്ടിങ്ങനെ അതിശയത്തോടു കൂടി നോക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അതുപോലെ ആൻ്റപ്പനും ഒരു അതിശയം ഇതൊക്കെ കാണുമ്പോൾ കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ ആൻ്റപ്പനോട് ചോദിക്കും സ്റ്റാൻലി ഇല്ലേ ഇവിടെയെന്ന്. അന്നേരം ഉണ്ട്, നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി എന്നെ ഇറക്കി വിട്ടതാ, കയറി വാ എന്ന് പറയുന്നു. അങ്ങനെ അവരകത്തേക്ക് കയറി പോവാണ്. കയറി വരാൻ അലീനയോട് ബാലേന്ദ്രനും പറയുന്നു. അലീന ഇങ്ങനെ ആകെ ഇങ്ങനെ വണ്ടടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ, മൊത്തത്തിലെല്ലാം ഒക്കെ കണ്ടിട്ട്. എന്തായാലും ഭയങ്കര വിഷമത്തോടെ അലീന അകത്തോട്ട് കയറി വരുന്നു. ഭയങ്കര ടെൻഷനും പേടിയും അതുപോലെ എന്തൊക്കെയോ അലീനയുടെ മുഖത്തുണ്ട്. അലീന ഇങ്ങനെ ആകെ ടെൻഷനോടെ അകത്തോട്ട് കയറി വരുന്നത്. അന്നേരം അലീന കാണുവാണ് അകത്ത് സ്റ്റാൻലി തിരിഞ്ഞ് നിന്നിട്ട് ബൈജുവിനോട് പറയുന്നുണ്ട്, അതെ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കിക്കോണം, ഒരാളുടെ ഇഷ്ടം കൂടി നോക്കിക്കോണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പം അലീനെ കാണുവാണ്. അലീന ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ സ്റ്റാൻലിയുടെ മുഖത്തേക്ക്. അന്നേരം അലീനയ്ക്ക് മനസ്സിലാവുന്നു സ്റ്റാൻലി അന്ന് വീട്ടിൽ വന്ന ആ കാര്യമൊക്കെ. ഇങ്ങനെ കുറച്ച് നേരം സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കി നിന്നിട്ട് ഇങ്ങനെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. എന്നുവെച്ചാൽ ആ കാര്യമാണ് അലീനയുടെ മനസ്സിലേക്ക് പോകുന്നത് എന്ന് ബാലേന്ദ്രന് മനസ്സിലായി. അതുകൊണ്ട് ബാലേന്ദ്രൻ ഒന്നുമില്ല എന്നിങ്ങനെ കണ്ണിങ്ങനെ അടച്ച് കാണിക്കുന്നു. അന്നേരം സ്റ്റാൻലിയുടെ മുഖത്തേക്ക് വീണ്ടും ഇങ്ങനെ അതിശയത്തോടു കൂടി നോക്കിയേക്കുവാണ് അലീന. അപ്പം അതേപോലെ തന്നെ കേട്ടോ സ്റ്റാൻലിയുടെ അവസ്ഥയും. സ്റ്റാൻലി ഇങ്ങനെ അത്ഭുതത്തോടു കൂടി മൊത്തത്തിലൊന്ന് നോക്കുന്നൊക്കെ ഉണ്ട് അലീനെ. അപ്പോഴത്തേക്കും ബാലേന്ദ്രൻ ഫ്രണ്ടിലോട്ട് നടക്കുന്നു. സ്റ്റാൻലിയുടെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾ ഇത്തിരി താമസിച്ചു പോയി എന്ന് പറയുമ്പം അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല എന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് യാത്രയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ ബാലേന്ദ്രൻ പറയും. അത് കഴിഞ്ഞ് അലീനയുടെ നേരെ കൈ നീട്ടുവാണ് ഷേക്ക് ഹാൻഡിന് വേണ്ടി. അത് അലീനയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അലീന ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ കയ്യിലേക്ക് നോക്കി എന്നിട്ട് ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക കേട്ടോ. ഏതായാലും അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ അലീനയ്ക്ക് ആകെ വിഷമവും സങ്കടമൊക്കെ വരുന്നുണ്ട്. കാരണം സ്വന്തം മകളെ ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞപ്പം ഒരു സാധാരണ ആളെ കാണുന്നത് പോലെ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ശ്രമിച്ച അച്ഛനെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അലീനയ്ക്ക്. അലീന ഇത് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ അതൊക്കെ ഒന്നുമില്ല, അതൊക്കെ ശരിയായി വരും, ഒരു പട്ടാളക്കാരനല്ലേ, അതിൻ്റെ ഒരു പരുക്ക സ്വഭാവം കയ്യിലുണ്ട്, അതാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആൻ്റപ്പൻ അടുക്കളയിൽ പോയി അവിടെയുള്ളവരോട് പറയുന്നുണ്ട്, വന്ന കൊച്ചിനെ കേണൽ സാറിൻ്റെ മൂത്ത മോളുടെ ചായയുണ്ട്, അതുകൊണ്ട് അവരുടെ ആരെങ്കിലും ബന്ധുക്കളായിരിക്കും അത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഏതായാലും സ്റ്റാൻലിയോട് ബാലേന്ദ്രൻ തുറന്നു പറയുന്നുണ്ട് കാര്യങ്ങൾ. ഇവൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. സ്നേഹം പുറമേ കാണിച്ചാൽ പോരാ, അല്ലാതെ മനസ്സിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ അവൾക്കത് വിഷമമാകും എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാമായിരുന്നു, എൻ്റെ കയ്യിൽ ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു, അത് ഞാൻ എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ എപ്പോഴും അതെനിക്ക് നഷ്ടമായി എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേ ബാലേന്ദ്രൻ അറിയാലോ അതെങ്ങനെയാണ് നഷ്ടമായത് എന്ന്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് അലീനെ അവിടെ ഏൽപ്പിച്ച് ഇറങ്ങിപ്പോരുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴും അലീന ആ കയ്യെ മുറുക്കി പിടിച്ചേക്കും കേട്ടോ. അലീനയ്ക്ക് ബാലേന്ദ്രനെ വിടാൻ പറ്റുന്നില്ല, ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്നു. അലീനെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് ബാലേന്ദ്രൻ. ഏതായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.